നമസ്കാരം. ഞാൻ അംജദ് മൂസ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തമിഴ്, തെലുങ്ക്, കന്നഡ ചിത്രങ്ങളിൽ സ്റ്റണ്ട് ആക്ടറായിട്ടും വില്ലനായിട്ടും നിങ്ങളെന്നെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഞാനിരിക്കുന്നത് പായ്ക്കപ്പൽ എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിലാണ്, തിരൂരിലാണുള്ളത്. ഈ സിനിമയുടെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഒരു 10-60 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നമ്മുടെ നാട്ടിൽ നടന്നിട്ട് പോയിട്ടുള്ള ഈ അനാചാരങ്ങളെ കുറിച്ചിട്ടുള്ള ഇതാണ് ഇതിന് മെയിൻ സബ്ജക്റ്റ്. ആ കാലഘട്ടങ്ങളിൽ ജന്മിമാരെ കീഴിൽ അവർ മറ്റുള്ളവരെ അടിമകളാക്കി വെക്കുന്നതിനെ കുറിച്ചിട്ടുള്ള മെയിനായതിൻ്റെ സബ്ജക്റ്റ്. അതിലുള്ള ഈ നാട്ടിൽ വലിയൊരു ജമ്മിയായ ഒരു തങ്ങളുടെ അയാൾക്ക് വേണ്ടി ഇന്നും ചെയ്യുന്ന ഒരു ഒത്താശ ചെയ്യുന്ന ഒരു മുഴുനീള ഒരു ക്യാരക്ടറാണ് എൻ്റെ ഇതിലുള്ള കഥാപാത്രം. ഞാൻ ആദ്യമായൊരു സിനിമയിൽ വരുന്നത് കർക്കക്കസടര എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയില്ല, വിജയിൻ്റെ അനിയൻ വിക്രാന്ത് നായകനായിട്ടുള്ള ചിത്രത്തിൽ. ആർ വിജയകുമാർ സാറായിരുന്നു പടത്തിൻ്റെ ഡയറക്ടർ. സിനിമയിൽ ജസ്റ്റ് ഒന്ന് മോൻ കാണിക്കുക എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഓൾറെഡി ചെറുപ്പം മുതലേ പഠിച്ചൊരു മാർഷൽ ആർട്സ്, അത് സിനിമയിലൊന്ന് കാണിക്കാനുള്ളൊരു അവസരത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അദ്ദേഹത്തിന് ഇവിടെ നമ്മൾ പൊള്ളാച്ചിയിൽ ഷൂട്ട് കണ്ടിരുന്ന സ്ഥലത്ത് പോയി കാണാനുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിലാണ് പോകുന്നത്, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ അറുപത് സാർ കണ്ട ഉടനെ തന്നെ പറഞ്ഞു, இந்த പടത്തിൽ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ക്യാരക്ടർ இருக்குது, നിങ്ങൾക്ക് இந்த പടത്തിൽ വില്ലനാണ് നടിക്കണം. ആ പടത്തിൽ ത്രൂ ഔട്ടായിട്ട് നല്ല വേഷം ചെയ്തായിരുന്നു. പക്ഷേ ആ പടത്തിൽ എനിക്ക് ഫൈറ്റ് കിട്ടിയില്ല. കാരണം ഹീറോന് അന്ന് തന്നെ ഒന്നും ഭയങ്കര നമ്മുടെ ഫിറ്റ്നസ് ഉണ്ട്. അവിടെ ഹീറോനെ ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിനി ഫൈറ്റ് തെരിയുമല്ല, സിനി ഫൈറ്റ് അറിയില്ല, റിയൽ മാർഷൽ ആർട്സ് ചാമ്പ്യനാണ്, ഓൾ ഇന്ത്യ ചാമ്പ്യനാണ്. ഹീറോ ഭയപ്പെട്ടു. അപ്പോൾ ആ പടത്തിൽ എനിക്ക് ഫൈറ്റിങ്ങുള്ള അവസരം എനിക്ക് നഷ്ടപ്പെട്ടു. പിന്നെ വീണ്ടും മോഹങ്ങൾ മാത്രം ബാക്കിയായിട്ട് മദ്രാസിലേക്ക് ട്രെയിൻ കയറി പോകാനുണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള എല്ലാ കമ്പനികളിലും നിറയെ കമ്പനികൾ കയറി ഇറങ്ങി. ആരും സിനി ഫൈറ്റ് അറിയാത്തവർക്ക് സിനിമയിൽ അവസരങ്ങളില്ല, ഫൈറ്റ് ചെയ്യാൻ അവസരങ്ങളില്ല. അങ്ങനെ ഒരുപാട് മാസങ്ങളോളം അലഞ്ഞിട്ടുണ്ട് അവിടെ ചെന്നൈയിൽ. അങ്ങനെ ഒരുപാട് കമ്പനികൾ സ്റ്റില്ലെല്ലാം കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിജയകാന്തിൻ്റെ കമ്പനിയിൽ ഒരു സ്റ്റില്ല് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അലഞ്ഞിട്ടൊന്നും ഒരു വർക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് മലേറിയ പിടിപെട്ടു. പിന്നെ ചെന്നൈയിൽ നിൽക്കാൻ പറ്റണ്ടായി. നിരാശകൾ മാത്രം ബാക്കിയായിരുന്നു. നാട്ടിലേക്ക് തിരിച്ച് വണ്ടി കയറി. നാട്ടിലെത്തി എല്ലാവരും ചോദിച്ചു, അല്ല അടുത്ത പടം. ഞാൻ വെറുതെ പറഞ്ഞു, ഞാൻ വിജയകാന്തിൻ്റെ അടുത്ത പടത്തിൽ അഭിനയിക്കാൻ പോകുന്നു. അന്ന് പേരരക്ഷൻ എന്ന് പറഞ്ഞ സിനിമൻ്റെ ഒരു വലിയൊരു ഫ്ലെക്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഫ്ലെക്സിൽ വിജയകാന്ത് സാർ ഇങ്ങനെ കണ്ണടം വെച്ചിട്ട് ഇങ്ങനെ 2 റിവോൾവറും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ശരിക്കും അങ്ങനെ ചെന്നൈയിലെ സെൻറ്ററിൽ ഇങ്ങനെ ആ ഫ്ലെക്സിന് മുകളിൽ കുറച്ച് നേരം നോക്കി ഇങ്ങനെ നിന്നിട്ട് ഞാൻ ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് അഭിനയിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അന്ന് വിജയകാന്ത് സാർ വലിയ സ്റ്റാർ ആയിരിക്കുന്ന ടൈമാണ്, 15 വർഷങ്ങൾ മുന്നുള്ള കഥ പറയുന്നത്. അപ്പോൾ അത് ആ മോഹം മനസ്സിൽ ഞാൻ അടുത്ത പടം തന്നെ വിജയകാന്തിൻ്റെ പടം വരെ നാട്ടിൽ വെറുതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മാസമായിട്ടില്ല, എനിക്ക് കോൾ വരികയാണ് വിജയകാന്ത് സാറിൻ്റെ ഓഫീസിൽ നിന്ന്. മല്ലിയാമ്പട്ടി മാധവൻ, അദ്ദേഹത്തിൻ്റെ മാനേജർ. அம்ஜத் நீங்கள் எங்கே இருக்குது? நம்ம கேரளா இருக்குது. கேப்டன் உங்களை பார்க்கணும் சொல்லியிருக்கிறாரு. அப்படியே கேப்டன் விஜயகாந்த் சார் உங்களை பார்க்கணும் சொல்லியிருக்காரு. விஜயகாந்த் சாரோட சுதேசி படத்தில் ஓப்பனிங் சோலோ ஃபைட் உங்களது அவர் ஃபிக்ஸ் பண்ணியிருக்கு. ஆனால் நீங்கள் அடுத்த வாரம் கண்டிப்பாக சென்னையில் இங்கே க்ரீன் பார்க் ஹோட்டலுக்கு வந்துடுங்க. ഭയങ്കരമാണത്, വിശ്വസിക്കാൻ പറ്റാത്തൊരു അവിശ്വസനീയമായൊരു സംഭവമായിരുന്നു. അങ്ങനെ ചെന്നൈയിലേക്ക് പോകണം സുഹൃത്തുമാരെ. അപ്പോൾ ബോഡിയെല്ലാം വളരെ വീക്കായി വീണാൽ ശരിക്കും നല്ല ബോഡി ബിൽഡിങ്, നല്ല ഫിറ്റ്നസ്, നല്ല പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു മലേറിയ പിടിവിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആളുകളുടെ കാര്യം പറയണ്ടല്ലോ, ഫുള്ള് കംപ്ലീറ്റ് ബലൂണിൽ കാറ്റ് വെച്ച മാതിരി. അങ്ങനെയാണ് വിജയകാന്ത് സാറിൻ്റെ അടുത്തേക്ക് പോകുന്നത്. സാറ് ഗ്രീൻ പാർക്ക് ഹോട്ടലിൽ സാർ കണ്ടുവരുന്നത്, ഇന്ന ഫോട്ടോയിൽ பார்க்கற மாதிரி இல்லையே ஆள், இன்னும் ரொம்ப இதாகி போச்சே, இப்படி ஃபோட்டோவில் பயங்கர மசிலாக இருக்குது. நீங்கள் பார்த்து என் கூட ஃபைட் பண்ணுவார் எல்லாமே பெரிய பெரிய ஆள் தெரியுதில்ல, உளவுத்துறை வில்லன், கேப்டன் பிரபாகர், மன்சூர் அலிகான் எல்லாரும் பெருசானவர், நீங்கள் என்ன உள்ளி மாதிரி ஆகி போச்சு. எப்படிங்க நம்ம சார் இங்கே மலேரியா வந்தாச்சு, அதனால அது அப்படி போச்சு. பரவாயில்ல சார், எனக்கு ஒரு 2 வீக்ஸ் தந்தால் போதும் சார், நான் எப்படியே பாடி பில்டப் பண்ணிக்கிறேன். அப்படியே 2 வீக்ஸுக்குள்ள எனக்கு பாடி பில்டப் பண்ண முடியுமா? முடியும் സാർ. ശരി, ഓക്കെ. അവർ ഫിക്സ് பண்ணி അവർക്ക് അഡ്വാൻസ് തന്നു. എനിക്കൊരു 2 ആഴ്ച ഗ്യാപ്പ് തന്നു. ഞാനവിടെ നാട്ടിലേക്ക് വരാതെ തന്നെ ചെന്നൈയിലുള്ള മുനിയപ്പൻ മാസ്റ്ററുടെ കീഴിൽ അവിടെ ബോഡി ബിൽഡിംഗ് ട്രെയിനിങ് ചെയ്തു. മുനിയപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ ഏഷ്യ അടിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഒരുപാട് ബോഡി ബിൽഡിങ്ങിൽ ഒരുപാട് അവാർഡുകളാണ് കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് മുനിയപ്പൻ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ കീഴിൽ അവിടെ തന്നെ ട്രെയിനിങ് ഡെയിലി
ഡെയിലി 2 hour മോർണിംഗും 2 hour ഈവനിങ്, 4 മണിക്കൂർ ഹെവി ട്രെയിനിങ്, ഫുഡ്, ഡയറ്റിങ് പക്ക. அதெல்லாம் കഴിഞ്ഞ് കുറച്ച് 2 ആഴ്ച കഴിഞ്ഞോட ലൊക്കേഷനിൽ വന്ന വിജയകാന്ത് സാർ എന്നാ ആശ്ചര്യമായിരിക്കും, നീ എന്നാ പണിയിട്ട് ഇരിക്കുക. അതൊരു നമ്മുടെ ഒരു ഡെഡിക്കേഷൻ്റെ പവറാണ്. അത് നമ്മളൊരു മെൻ്റലി ഡെഡിക്കേഷൻ, മനസ്സിലുള്ളൊരു അത് നേടിയെടുക്കണം, നമ്മളെ മുന്നിൽ ദൈവം നിൽക്കണം, ദൈവത്തിലേക്ക് അടുക്കണം എന്നുള്ളൊരു ഒരു മെൻ്റലി പവറിലോ ആണ് ഞാൻ ശരിക്കും ഒന്ന് അവിടേക്ക് എത്തിയത്. വിജയകാന്ത് സാറ് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്ത് ആ പടം സ്വദേശി പടത്തിൽ വളരെ ഭംഗിയായി എനിക്ക് ഫൈറ്റ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷമാണ് അർജുൻ സാർ ഈ പടം കാണാൻ ഇടവരികയും അദ്ദേഹത്തിൻ്റെ വാദ്യാർ എന്ന സിനിമയിലേക്ക് എന്നെ ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ എൻട്രി ഓപ്പണിംഗ് സോളോ ഫൈറ്റിലേക്ക് എന്നെ ക്ഷണിക്കുകയും ആ പടം എനിക്ക് നല്ലൊരു പേരുണ്ടാക്കി തരുകയും ചെയ്തു. അതിനുശേഷം ഞാൻ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ പടങ്ങളിൽ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അർജുൻ സാറിൻ്റെ കൊലൈക്കാരൻ എന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ആ പടം ഈ മാസം ലാസ്റ്റ് റിലീസുണ്ട്. പിന്നെ പച്ചമാങ്ങ എന്ന പടം ഇപ്പോൾ റിലീസാണ്, പ്രതാപ് പോത്തൻ ഹീറോ ആയിട്ടുള്ള പടം. അതിൽ ഞാൻ ഒരു മെയിൻ വില്ലൻ ക്യാരക്ടറാണ്. നമ്മുടെ ഒരു ബോഡി ബിൽഡർ ആയതുകൊണ്ടോ അത് ഞങ്ങൾക്കൊരു മാർഷൽ ആർട്സ് അറിയുന്ന ഒരു മാർഷൽ ആർട്സ് പ്ലെയർ ആയതുകൊണ്ടോ സിനിമയിൽ ആരും എടുക്കണമെന്നില്ല. അതിന് വേണ്ടി നമ്മൾ അഗാധമായിട്ട് ഡെഡിക്കേഷനാണ് വേണ്ടത്. അഗാധമായിട്ടുള്ള നമ്മൾ മനസ്സുകൊണ്ട് അതിനെ ഡെഡിക്കേറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ മസിൽ ഉണ്ടാക്കുന്നതും നമ്മൾ മാർഷൽ ആർട്സ് പഠിക്കുന്നതൊക്കെ എന്താ നമ്മൾ ലക്ഷ്യം മുന്നിൽ കാണണം. ഇതാണ് എൻ്റെ ലക്ഷ്യം. ഇപ്പോൾ ബോഡി ബിൽഡർ ആണെന്നുണ്ടെങ്കിൽ ബോഡി ബിൽഡിങ് ഓക്കെ, ഞാൻ മിസ്റ്റർ ഏഷ്യ ആവണം, മിസ്റ്റർ ഇന്ത്യ ആവണം, അതിൽ ആ റേഞ്ചിൽ പോയിക്കണം, ഓക്കെ, അത് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സിനിമയ്ക്ക് വേണ്ടി ഓവർ ബിൽഡപ്പ് ഓരോ മസിൽ ഉള്ളവർക്ക് മാത്രം സിനിമയിൽ നിലനിൽപ്പുണ്ടാവില്ല. ജസ്റ്റ് ഒരു പടം 2 പടമൊക്കെ നിൽക്കാൻ കഴിയുള്ളൂ. കാരണം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് എന്താണോ അത് നമ്മൾ നമ്മൾ അനുകരിക്കുക. അപ്പോൾ അതെന്ന് വെച്ചാൽ സിനിമയിൽ വേണ്ടത് വെച്ചാൽ എപ്പോഴും ബോഡി ഫ്ലെക്സിബിലിറ്റിയാണ് വേണ്ടത്, ബോഡി ലാംഗ്വേജ്. നമ്മുടെ ശരീരം തന്നെ എന്താണ് മറ്റുള്ളവർ നമ്മൾ ആ കഥാപാത്രമായിട്ട് നമ്മൾ മാറുകയാണ്. അപ്പോൾ ഒരു പടത്തിൽ കിട്ടിയ കഥാപാത്രം അടുത്ത പടത്തിലുണ്ടാവുക, അടുത്തുണ്ടാവുക, അങ്ങനെ മാറി വരും. അപ്പോൾ അത് വെച്ചാൽ മെൻ്റലി നമ്മളെന്താണോ ഡെഡിക്കേറ്റ് ചെയ്താൽ മാത്രമേ സിനിമയിൽ നിലനിൽക്കാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ച് അർജുൻ സാറിൻ്റെ കൂടെയൊക്കെ ഞാൻ ഒരുപാട് പടം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പടത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് നട്ടലിന് ഒരു പരിക്ക് പറ്റിയ സമയത്ത് അർജുൻ സാർ പറഞ്ഞു, എന്നാ അംശത്ത് ഇനി ഇപ്പോൾ എന്നാ പണ്ടത്, ഇപ്പോൾ ലെഗൊന്നും അടിക്കാൻ കഴിയില്ല പിന്നെ. അത് പിന്നെ അതന്നെ ഞാൻ തന്നെ മെൻ്റലി ഡോക്ടേഴ്സ് ഡോക്ടറിനെ പറഞ്ഞു അത് ഓപ്പറേറ്റ് ചെയ്യണം അങ്ങനെ പറഞ്ഞു. പക്ഷേ എൻ്റെ ഗുരുനാഥൻ പുത്തല രാഘവ മാസ്റ്ററിനെ പറഞ്ഞ് ഓപ്പറേറ്റ് ഒന്നും ചെയ്യണ്ട, നിനക്കുള്ള വിദ്യ ഞാൻ പഠിപ്പിച്ച് തരാറുണ്ട്. എൻ്റെ അസുഖം മാറ്റി തന്നത് യോഗ അഭ്യാസത്തിലൂടെയാണ്. യോഗ നട്ടലിൻ്റെ സുഷുമ്നാ നാഡിയിലേക്ക് ഓക്സിജൻ എത്തിക്കുന്ന വ്യായാമ മുറ സ്ഥിരമായിട്ട് ഞാൻ 2 മാസം അടുപ്പിച്ച് കട്ട് ചെയ്തപ്പോൾ എൻ്റെ നട്ടലിൻ്റെ 2 ഭാഗങ്ങളിലും മസിൽ ഫൗണ്ടേഷൻ ഇട്ടിട്ട് നമ്മുടെ ഇത് ഓട്ടോമാറ്റിക്കലി മെക്കാനിസം എന്ന് പറഞ്ഞ സംഭവമാണ്. നമ്മളെ മനുഷ്യ ശരീരം എന്നല്ല എല്ലാ ജീവജാലങ്ങൾക്കും ദൈവം കൊടുത്തുള്ള ഒരു സംഭവം ഓട്ടോമാറ്റിക്കൽ മെക്കാനിസം. വെച്ചാൽ മനുഷ്യർ മാത്രമല്ല ഡോക്ടറെ കാണിക്കുന്നുള്ളൂ, മറ്റുള്ള ജീവജാലങ്ങൾക്കൊക്കെ അസുഖം എന്ത് സംഭവിച്ചാലും അവരെന്താ ഓട്ടോമാറ്റിക്കലി മാറുന്നു. അതുകൊണ്ട് പറയാം അവർ മൈൻഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒന്ന് രണ്ടാമതെന്ന് അത് ദൈവം തന്നൊരു അനുഗ്രഹം ഒന്നുണ്ട്, ഓട്ടോമാറ്റിക്കൽ മെക്കാനിസം. ഈ 2 പാട് ജോയിൻ്റ് ആകുമ്പോഴാണ് മാറുക. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വളരെ ചെറുപ്രായത്തിൽ എനിക്ക് പറ്റിയ പരിക്ക്, ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-12 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ചെയ്ത പടത്തിന് പറ്റിയ പരിക്ക് എനിക്ക് ഇന്ന് ഞാനിപ്പോൾ ഒരു ബോഡിക്ക് ഒരു കുഴപ്പമില്ലായിരിക്കുന്നത് എൻ്റെ ഫിസിക്കലി ഞാൻ ഇന്നും ആ യോഗ അഭ്യാസത്തിലൂടെ എൻ്റെ മാർഷൽ ആർട്സ് ബോഡി ബിൽഡിങ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുവിധം ഫ്രാക്ചറൊന്നും പറ്റില്ല. എൻ്റെ പോലത്തെ ഒരുപാട് ഫൈറ്റേഴ്സിന് എല്ലാവർക്കും പരിക്കാണ് ഫുള്ള്. വെച്ചാൽ നട്ടൽ പോയവരുണ്ട്, മുട്ടിൻ്റെ ചിരട്ട പൊട്ടിയവർ. ഒരു ഫൈറ്റേഴ്സിൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എങ്ങനെ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ശരിക്കും അനുഭവിച്ചിട്ട് തന്നെ അറിയാൻ പറ്റുള്ളൂ. ഓരോ ഫൈറ്റ് കഴിയുമ്പോഴും അവൻ്റെ വേദനകൾ എന്താ, അവന് അതൊരു വേദാന്തമാക്കി മാറ്റണം. വേദനകൾ മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നുണ്ടാവില്ല, പിന്നെ വിളിക്കില്ല അവർ, ഫൈറ്റ് മാസ്റ്റർമാർ ആരും വിളിക്കില്ല. വേദനയിൽ നമ്മൾ പുഞ്ചിരിക്കണം, അതാണ് യഥാർത്ഥ ഫൈറ്റർ. എൻ്റെ ജീവിതം അതാണ് എന്നെ പഠിപ്പിച്ചത്. ഈ സിനിമ ഫൈറ്റുകൾ കാണുമ്പോൾ പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ടോണിജൻ്റെ അതുപോലെ ബോയ്ക്കാബറൊക്കെ ഫൈറ്റുകൾ കണ്ട് ഒരുപാട് നമ്മളെ ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾ, യുവാക്കൾ സിനിമയിൽ ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയാം സത്യമായിട്ടും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ കഠിനമായിട്ട് പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് നേടാൻ കഴിയുള്ളൂ. നമ്മൾ ഒന്ന് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ നേടിയെടുക്കണം എന്നുള്ള മനസ്സ് നമ്മളവിടെ എത്തിക്കണം. അത് പരിശ്രമിച്ചാൽ എല്ലാം നടക്കും. ഇപ്പോൾ ഇവിടെ ഫൈറ്റേഴ്സൊക്കെ വരുന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. സൗത്ത് ഇന്ത്യ, തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമ്മുടെ ഫൈറ്റേഴ്സ് വരുന്നത്. എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് കായിക ശേഷിയുള്ള കുട്ടികളുണ്ട്, ഇവിടെ യുവാക്കളുണ്ട്. എന്തുകൊണ്ട് അവർ രംഗത്തേക്ക് വരുന്നില്ല?
ഞാനിപ്പോൾ തമിഴ്, തെലുങ്ക്, കന്നഡ ഒരുപാട് പടങ്ങൾ ചെയ്യാൻ പറ്റും. എല്ലാം ഉള്ള സൗത്ത് ഇന്ത്യയിലുള്ള ഫൈറ്റേഴ്സാണ്. ഇപ്പോൾ ഒരു മലയാള പടം, മമ്മൂട്ടി പടം, മോഹൻലാൽ പടം ഫൈറ്റ് എടുക്കാൻ വരുന്ന ആരൊക്കെയാണ്? തമിഴന്മാരും തെലുങ്കന്മാരൊക്കെയാണ്. എന്തുകൊണ്ട് നമ്മുടെ മലയാളികൾ വരുന്നില്ല? അതിനെക്കാട്ടും തമിഴന്മാരെക്കാട്ടിയും മറ്റേ ആന്ധ്രക്കാരെക്കാട്ടിയും കർണാടകക്കാരെക്കാട്ടിയും നല്ല കായിക ശേഷിയും ബുദ്ധിയും വികാസവും ഉള്ളവർ നമ്മുടെ മലയാളികളാണ്. മലയാളികൾ നമ്മുടെ യുവാക്കൾ ഇവിടെയുള്ള ആളുകളാണ്. അപ്പോൾ അവർ രംഗത്തേക്ക് വരണം. നല്ല കായിക ശേഷിയുള്ള കുട്ടികൾ വരണം. എന്നിട്ട് ഇവിടെ പുതിയ തലമുറയ്ക്ക്, പുതിയ യുഗത്തിന് നമ്മളിവിടെ എന്ത് ചെയ്യണം? ജീവൻ കൊടുക്കണം. നമ്മുടെ നാടിൻ്റെ, നമ്മുടെ കേരളത്തിലെ യുവാക്കൾ കായിക ശേഷിയും ഇതുള്ള ഒരുപാട് സിനിമയിൽ അഭിനയിക്കാൻ മോഹമുള്ള ഒരുപാട് ആളുകളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അവർ രംഗത്തേക്ക് ഇറങ്ങി പുറപ്പെടണം. എന്നാൽ എല്ലാം വിജയിക്കും. ഓക്കെ, താങ്ക് യു.